ഹരേ കൃഷ്ണ. ഒരല്പം വൈകിപ്പോയി, ക്ഷമിക്കണം. എന്നും ഈ എക്സ്ക്യൂസുമായിട്ടാണല്ലേ ഞാൻ ക്ലാസ്സിൽ വരുന്നത്. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഹാരമണിഞ്ഞിരിക്കുന്നത് അരുൺ രാജ്, അശ്വിൻ രാജ്. രണ്ടുപേരും വിദ്യാഭ്യാസത്തിൽ മുന്നേറണം. രണ്ടുപേരും ഒരുപാട് ഉയർന്ന് നല്ല സമൂഹത്തിൽ നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളായി മാറണം. അങ്ങനെ പ്രാർത്ഥിച്ചാണ് കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഹാരമണിഞ്ഞിരിക്കുന്നത്. അരുൺ രാജിനും അശ്വിൻ രാജിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. ഒരു വെറൈറ്റിയൊക്കെ വേണ്ടേ വല്ലപ്പോഴും. ഹരേ കൃഷ്ണ. എല്ലാവരും എവിടെ പോയി? എല്ലാവരും എവിടെയാണ്? വേഗം വരൂ. ഹരേ കൃഷ്ണ അച്ഛാ, ഹരേ കൃഷ്ണ അമ്മേ. ദിവ്യക്ക് ഞാൻ ബാക്കി ഗ്രൂപ്പിൽ തരാട്ടാ. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിന്ന് ഏത് ടോപ്പ് ഇടും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും നമ്മുടെ അമ്മൂൻ്റെ മക്കള് ആൻറ്റി ഇന്ന് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം. ഞാൻ പറഞ്ഞു, അയ്യോ ഇതൊക്കെ ഒത്തിരി സമയം എടുക്കുന്ന കാര്യമാണ്, അതൊന്നും നടക്കില്ല. ഇല്ല ആൻറ്റി ഇന്ന് ഇത് മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഡബ്ബിങ്ങിന് പോകുമ്പോൾ ജീൻസും ഷർട്ടും ആയിരുന്നു ഇട്ടുകൊണ്ട് പോയത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടല്ലോ. അന്നേരം ജീൻസും ഷർട്ടും ഇട്ടിട്ട് വന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. എടുക്കുന്നതിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഭാഗവതവും ഗീതയും പറയുമ്പം ജീൻസും ഷർട്ടും അത്രയ്ക്ക് അങ്ങോട്ട് ആവശ്യത്തിലേറെ നമ്മൾ ഫ്രീഡം എടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ആകുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് ശരിയാവില്ല എന്ന് തോന്നി. അപ്പോഴേക്ക് ഇവർ കിടന്നിട്ട് അല്ല ആൻറ്റി ഇന്ന് ഇത് മതി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഒരേ ബഹളം. ഞാൻ പറഞ്ഞു, അല്ല ഇത് ഞാൻ ഷൂട്ടിന് വാങ്ങിച്ചു വെച്ചാണ്, ഷൂട്ടിന് വേണ്ടി യൂസ് ചെയ്യാനാണ്. ഒരു രക്ഷയില്ല, ഇല്ല ആൻറ്റി ഇതന്നെ വേണം എന്നും പറഞ്ഞിട്ട് ഒരേ ബഹളം തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ ശരി, അവരുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞെടുത്തിട്ടു. പിന്നെ വേറെ എന്താണ് വിശേഷം? 5 മിനിറ്റ് നമുക്ക് വിശേഷം പറയാം, വെറും 5 മിനിറ്റ്. എല്ലാവർക്കും അറിയാം ഏകാദശി അടുത്തു. ഏകാദശി ആകുമ്പോഴേക്കും ഗുരുവായൂർ വരാനുള്ളവരൊക്കെ റൂംസ് ബുക്ക് ചെയ്യണം. വരുന്നവരൊക്കെ 10ഉം 15ഉം പേരാണ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ റൂംസൊക്കെ എല്ലാവർക്കും കിട്ടണം. ഓൾമോസ്റ്റ് ഗുരുവായൂർ ഫില്ലായിക്കൊണ്ട് വരികയാണ്. വിരേ കൃഷ്ണ എന്നോ ആരാ അത്? വിജയലക്ഷ്മി മാതാജി, സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഹരേ കൃഷ്ണ. ഹരേ എന്നാൽ ശ്രീമതി രാധാറാണി. താങ്ക് യു പ്രിയ. ഏറ്റവും വലിയ സുന്ദരി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ശ്രീമതി രാധാറാണിയാണല്ലേ. ഏറ്റവും വലിയ സൗന്ദര്യധാമമാണ് ശ്രീമതി രാധാറാണി. ശ്രീമതി രാധാറാണിയോളം സൗന്ദര്യം എവിടെയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സൗന്ദര്യത്തിന് ഉടമയാണ് നമ്മുടെ ശ്രീമതി രാധാറാണി. അയ്യോ നാരായണ, ഒരു മിനിറ്റ് കേട്ടോ. சொல்லுங்க சார். ഹലോ ഒരു മിനിറ്റ്. ഒരു ഇമ്പോർട്ടൻ്റ് കോളാണ്. എപ്പോഴും ക്ലാസ് എടുക്കാൻ വന്നിരുന്ന അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൾ വരും. ഒരു രക്ഷയില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കണേ. അതുവരേക്കും ഒന്നും ഉണ്ടാവില്ല. ക്ലാസ് എടുക്കാനിരുന്ന അപ്പം വന്നോളും. ഒരേ ഒരു മിനിറ്റ് കേട്ടോ, വളരെ അത്യാവശ്യമായിട്ടല്ലേ, ഞാൻ തിരിച്ചു വിളിക്കില്ല. ஹலோ சார் சொல்லுங்கள். அம்பளி தான் பேசுகிறேன். இதோ இங்கே தான் வீட்டில் சென்னையில். ஹலோ இருக்கு நாளைக்கு ஃப்ரீயாக இருக்குது. என்னாச்சு? சன் டிவிலையா? ஓகே.
பேமெண்ட் எல்லாம் நீங்களே சொல்லுங்க, நான் எதுக்குங்க பேமெண்ட் சொல்லணும்? பரவாயில்ல, பார்த்துக்கலாம், அது போதும். சரிம்மா, சரி, ஓகே. 1 hour கழிச்சு பேசவா லைவ் கிளாஸ் முடிச்சுட்டு? எந்த சீரியல்? மீனாட்சியா? மீனா, ஓகே ஓகே, சரி சரி, கால் பண்ணுங்க. நான் 1 hour கழிச்சு கிளாஸ் முடிச்சுட்டு கால் பண்ணுறேன். சன் டிவி தானே? ஓகே ஓகேப்பா, இந்த கிளாஸ் முடிச்சுட்டு கால் பண்ணுறேன். ഒറ്റ മിനിറ്റ്. കൃത്തിക, 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 ബിന്ദുമ്മേ, ഒന്ന് കൃത്തിക്കനെ വിളിച്ചേ. അയ്യോ, അപ്പം നാളത്തെ കാര്യം തീരുമാനമായി. சன் டிவியில் மீனா போயிட்டு ஒரு சீரியல் போயிட்டு இருக்கா. நாளைக்கு ஜாயின் பண்ண போகிறேன். ஆமாம், இப்போ கால் வந்துருச்சு. மத்தியானம் சீரியலா? பரவாயில்ல. ഹരേ കൃഷ്ണ. നാളെ അപ്പം ഇനി സൺ ടി വിയിൽ ജോയിൻ ചെയ്യണം, മീന സീരിയലിൽ. അതിനാണ് വിളിച്ചത്. അതാ ഞാൻ ഇമ്പോർട്ടൻറ്റ് കോളാന്ന് പറഞ്ഞ് വേഗം തിരിച്ച് വിളിച്ചത്. ഹരേ കൃഷ്ണ കിച്ചൂട്ടാ, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ടു ബാക്ക് വർക്ക് വരിക എന്ന് പറയുകയാണെങ്കിൽ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. എല്ലാ സന്തോഷങ്ങളും എല്ലാ അച്ചീവ്മെൻറ്റ്സും ഗുരുവായൂർ മഞ്ജരീസിലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. എപ്പോഴും നിങ്ങളോടൊപ്പം കളിച്ചും ചിരിച്ചും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പം നമ്മുടെ കം ടു ദ പോയിൻറ്റ്, ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. താങ്ക് യു വിജയമാതാജി. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്നദാനങ്ങൾ, കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ, രാത്രി നമുക്ക് ദിവസവും രാത്രിയിൽ 8:30 മണിക്ക് എന്നുള്ളത് ചില സമയത്ത് 9 മണിയായിപ്പോവും. ക്ഷമിക്കണം, എൻ്റെ ഈ തിരക്ക് പിടിച്ച ഓട്ടം കാരണമാണ്. അപ്പം രാത്രിയിൽ 8:30 മണിക്കുള്ള ക്ലാസ്, രാവിലെ 10:30ക്കുള്ള ക്ലാസ്, അങ്ങനെ പോകുന്നു ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾ. ഗുരുവായൂർ മഞ്ജരീസിന് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടാം. അതെ അതെ, നല്ല സന്തോഷം. സൺ ടി വിയിൽ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്, സുന്ദരി എന്ന് പറയുന്ന സീരിയൽ. അതിനുശേഷം വന്നതാണ് ഇപ്പം മീന എന്ന് പറയുന്ന സീരിയൽ. ഞാൻ പൊതുവേ സീരിയൽസ് കാണാറില്ല, ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് സമയം കിട്ടാറില്ല. കാരണം എനിക്ക് എപ്പോഴും എന്താ പറയുക, മഞ്ജരീസിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ ഒരുപാടുണ്ടാവും. അതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടാറേ ഇല്ല, സമയം കിട്ടാറേ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. വീണ്ടും സൺ ടി വിയിൽ നിന്ന് ഒരു വർക്കിന് വിളിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റ്, സൺ ടി വി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. വൈകാതെ ഞാൻ വരുന്നുണ്ട് കേരളത്തിലേക്ക്. ഒട്ടും വൈകാതെ ഞാൻ കേരളത്തിൽ വരുന്നുണ്ട്, കാണണം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഓൾറെഡി നമ്മൾ ഡിലേ ആയി. നമ്മൾ ശ്രീ മഹാഭാരതമാണ് എടുക്കുന്നത്, ദ്രോണപർവം. ദ്രോണപർവത്തിൽ നമ്മളിങ്ങനെ പഠിച്ച് പോയിട്ട് ദുര്യോധനൻ്റെ ആവലാതിയും ദ്രോണൻ്റെ മറുപടിയുമാണ് അല്ലേ. ദ്രോണൻ്റെ മറുപടി എന്താണ്? ദ്രോണൻ്റെ മറുപടിയും ദുര്യോധനൻ്റെ ആവലാതിയും അതൊക്കെ നമുക്ക് നോക്കണ്ടേ. താങ്ക് യു സുജാത മാതാജി, ഒരുപാട് സന്തോഷം. ഓ ബിന്ദു മാതാജി, താങ്ക് യു. എനിക്ക് അവാർഡ്സ് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നും മഞ്ജരീസിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയാൽ മതി. ഏറ്റവും സന്തോഷത്തോടു കൂടി നിങ്ങളുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുക, ക്ലാസ് എടുക്കുക, നിങ്ങളായിട്ട് സംസാരിക്കുക, മാസം മാസം ഗുരുവായൂരപ്പനെയും തിരുപ്പതി അപ്പനെയും തൊഴാൻ സാധിക്കുക. നിങ്ങളുടെ ആരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്കറിയാം. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ വെളുപ്പിനെ ഒരു 5:30 മണിക്കാണ് ഞാൻ ഉറങ്ങിയത്. ഇന്നൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കിറുങ്ങി നടക്കാമെന്ന് പറയില്ലേ, അതേപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഡബ്ബിങ്ങിന് പോകാനുണ്ടായിട്ടാണെങ്കിൽ ഡബ്ബിങ്ങിന് പോകണം. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു ഞാൻ. പക്ഷെ എന്നാലും എൻ്റെ മഞ്ജരീസ് അതെന്നും എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, എല്ലാവരും ഒരുപാട് ഉയരത്തിലെത്തണം. സ്ത്രീകളാണെന്ന് കരുതിയിട്ട് ഒരിക്കലും ജീവിതത്തിൽ തോറ്റു പോകരുത്. നമ്മൾക്ക് എല്ലാവർക്കും
ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോരോ കഴിവുകളുണ്ട്. ആ കഴിവുകളെ സ്വയം തിരിച്ചറിയുക. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ പറയുന്നത് പോലെ സൂര്യൻ്റെ ഔദാര്യമാണ് നമ്മുടെ നിഴലെന്ന് പറയുന്നത്. അത്ര പോലും നമുക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഈ ലോകത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ എന്താ പറയുക, നമ്മളുടേതായിരിക്കുന്ന ആകെയുള്ളത് നമുക്ക് ഗുരുവായൂരപ്പൻ മാത്രമാണ്. ആ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ ഒരു തുളസിക്കതിര് വെക്കുക എന്നുള്ളതിന് ഒരിക്കലും മുടക്കം വരുത്തരുത്. എന്ത് വന്നാലും മുടക്കം വരുത്തരുത്. എന്നും ഗുരുവായൂരപ്പനോട് കൂടി ചേർന്ന് നിൽക്കണം. അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ആ ഭഗവാൻ മാത്രമേ നമുക്കുണ്ടാവൂ. ഒരുപാട് ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചാലും കുറച്ച് കഴിയുമ്പം ഗുരുവായൂരപ്പൻ നമ്മൾക്ക് സന്തോഷം തരും, തരാതിരിക്കില്ല. എപ്പോഴായാലും തരും. ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. ഓക്കെ, ആരും ഡെസ്പാവരുത് ജീവിതത്തിൽ. ജീവിതമാണ്, അതിങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ 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 പോവും. ഓക്കെ, ഹരേ കൃഷ്ണ. നമുക്ക് ക്ലാസ് എടുക്കാം. ദുര്യോധനൻ്റെ ആവലാതിയും ദ്രോണൻ്റെ മറുപടിയും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ അർജുനൻ ആരെയാണ് കൊന്നിരിക്കുന്നത്? ജയദ്രഥനെയാണ് കൊന്നിരിക്കുന്നത്. ഓക്കെ, ജയദ്രഥൻ മരിച്ചു. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, മഹാഭാരതത്തിൽ ജയദ്രഥൻ മരിച്ചു. അതറിഞ്ഞപ്പോഴേക്കും ദുര്യോധനന് ഭയങ്കര നിരാശയായി, വല്ലാത്ത നിരാശയായി. ആർക്ക്? ദുര്യോധനന്. അദ്ദേഹം ദ്രോണാചാര്യരുടെ അടുത്തെത്തിയിട്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എന്താ പറയണതെന്ന് തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു പിടുത്തവും ഇല്ല. ആർക്ക്? ദുര്യോധനന്. കാരണം ദുര്യോധനൻ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്ക്? ജയദ്രഥന്. എന്നിട്ടും ജയദ്രഥനെ ഒരു തരത്തിൽ പോലും രക്ഷിക്കാൻ സാധിച്ചില്ല നമ്മുടെ ദുര്യോധനന്. അർജുനൻ കൊന്നു, തീർത്ത് കളഞ്ഞു അവൻ്റെ കാര്യം. ഓക്കെ, ദുര്യോധനൻ പറയാണ് ദ്രോണാചാര്യരോട്, ആചാര്യ, അങ്ങ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അർജുനൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ഉള്ളിൽ വന്നിരിക്കുന്നത്? എന്നിട്ടും കൗരവ സഭയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സംരക്ഷണങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് കൃഷ്ണന്റെ സഹായത്തോടെ അർജുനൻ ജയദ്രഥനെ വധിച്ചിരിക്കുന്നു. അർജുനന്റെ പെരും പടയെ അസാമാന്യ ശക്തിയുള്ള മഹാരഥന്മാരെയും കൊന്നൊടുക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? സാരല്ല പ്രീതി മാതാജി, മൊബൈൽ നോക്കണ്ട. എന്താ പറയുന്നത്? എൻ്റെ പെരും പടയെയും അസാമാന്യ ശക്തിയുള്ള മഹാരഥന്മാരെയും കൊന്നൊടുക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? ദുര്യോധനൻ ദ്രോണാചാര്യരോടാണ് ചോദിക്കുന്നത്. എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? എൻ്റെ ഇത്രയും വലിയ ശക്തിയുള്ള പെരും പടയെ മുഴുവൻ അർജുനൻ കൊന്നൊടുക്കല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവരും ലൈവ് ക്ലാസ് ഷെയർ ചെയ്യണം കേട്ടോ. ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എൻ്റെ ആശാ കേന്ദ്രങ്ങളായിരിക്കുന്ന സേനാനികളെല്ലാം മരിച്ചു വീഴുന്നത് അവിടെ നിന്ന് അറിയുന്നില്ലേ? എനിക്ക് വേണ്ടി എത്രയെത്ര ജനങ്ങളാണ് മരിക്കുന്നത്. ഭീഷ്മ പ്രഭൃതികൾ നിലം പതിച്ചപ്പോൾ എനിക്ക് അങ്ങയിലും കർണനിലും ജയദ്രഥനിലും മറ്റുമാണ് പ്രതീക്ഷയുണ്ടായിരുന്നത്. ദുര്യോധനൻ പറയാണ്, ഭീഷ്മ പിതാമഹൻ നിലം പതിച്ചപ്പോൾ അദ്ദേഹം ഇതിലാണല്ലോ, ശരശയ്യയിലാണല്ലോ. അപ്പം അദ്ദേഹം ശരശയ്യയിലായപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ജയദ്രഥൻ, കർണൻ, അതുപോലെ എന്താ പറയുക, ദ്രോണാചാര്യർ, ഇങ്ങനെ 3 പേരിലാണ് ദുര്യോധനന് ഭയങ്കരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. ഇപ്പം ആ വിശ്വാസവും തകർന്നിരിക്കുകയാണ്. കാരണം ജയദ്രഥനും മരിച്ചു. അങ്ങയുടെ സ്നേഹം ഇപ്പോഴും പാണ്ഡവന്മാരോടാണ്. ദ്രോണാചാര്യരോട് പറയാണ്, അങ്ങ് കൗരവ വംശത്താണ് നിൽക്കുന്നതെങ്കിൽ കൂടിയും അങ്ങയുടെ സ്നേഹം കൂറും എല്ലാം പാണ്ഡവന്മാരോടാണ്, അല്ലാതെ കൗരവന്മാരോടല്ല. കർണൻ ഇന്നലെ യുദ്ധത്തിൽ പരാജിതനായി ഓടിപ്പോയി. ജയദ്രഥനും മറ്റു യോദ്ധാക്കളും എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. ഇനി ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമേ ഇല്ല. അവരുടെ പിന്നാലെ ഞാനും പോവാണ്. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എല്ലാവരെയും കൊന്നു. കൗരവ സഭ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മഹാ ആചാര്യനായിരിക്കുന്ന ദ്രോണാചാര്യരായിരിക്കുന്ന അങ്ങ് ഇപ്പം ആരുടെ വംശത്തിലാണ് നിൽക്കുന്നത്? പാണ്ഡവന്മാരുടെ അല്ലേ? അർജുനന് കൗരവ സഭയിലേക്ക് വരാനുള്ള വഴി കാണിച്ചത് അങ്ങല്ലേ? ഇങ്ങനെ ദുര്യോധനൻ ടെൻഷൻ കൊണ്ട് എന്താ പറയണമെന്ന് ദുര്യോധനന് തന്നെ അറിഞ്ഞൂടാ. ആ രീതിയിലാണ് ദുര്യോധനൻ സംസാരിക്കുന്നത്. പാണ്ഡുപുത്രന്മാരുടെ ആചാര്യ,
ഭവാൻ ഇതിനെന്നെ അനുവദിക്കുക, ഞാൻ പോയി മരിച്ചേക്കാം, ഞാൻ ഇനി ജീവിക്കുന്നില്ല. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എല്ലാവരുടെയും വായിൽ നിന്ന് വരുന്നൊരു വാക്കാണ് അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ വരുമ്പോഴേക്കും മതി, ഇനി ജീവിക്കണ്ട, ഇനി മരിച്ചേക്കാം. പക്ഷെ ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പറയുന്നു, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒരു ഭീരു പല തവണ ആത്മഹത്യ ചെയ്യും. പക്ഷെ ഒരു യഥാർത്ഥ വ്യക്തി മരിക്കുന്നത് ഒരേ ഒരു തവണയാണ്. നമ്മളൊക്കെ യഥാർത്ഥ വ്യക്തികളാണ് അല്ലേ? ജീവിതാകുമ്പോൾ പല പല പ്രശ്നങ്ങൾ നമുക്ക് നേരെ ഉണ്ടാവും. നമ്മൾ മരിക്കാൻ പാടുണ്ടോ? അങ്ങനെ നമ്മൾക്ക് ഈശ്വരൻ തന്ന ഈ ജന്മവും ഈ ജീവിതവും ഈ ശരീരവും നശിപ്പിക്കാൻ നമുക്ക് അനുവാദം തന്നിട്ടേയില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രശ്നങ്ങൾ, ഇതിനേക്കാൾ ഏറെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ നമ്മൾ വീണ്ടും ഈ ഭൂമിയിലേക്ക് വരേണ്ടി വരും. ഓക്കെ, ഇത് കേട്ടപ്പം ദ്രോണൻ പറയാണ്, അല്ലയോ ദുര്യോധന, നീ എന്താണ് എന്നിൽ ഇപ്രകാരം സംസാരിക്കുന്നത്? നീ എന്തിനാ എന്നോട് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്? അർജുനൻ അജയ്യനാണെന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ? അർജുനൻ പാലിക്കുന്ന ശിഖണ്ഡിയല്ലേ ഭീഷ്മൻ വീഴ്ത്തിയിരിക്കുന്നത് അല്ലേ? അർജുനൻ ശത്രുപക്ഷത്തുള്ളപ്പോൾ ശത്രുക്കളെ ജയിക്കാൻ സാധ്യമല്ലെന്ന് എല്ലാവരും ദുര്യോധന നിന്നോട് പറഞ്ഞതല്ലേ? പിന്നെ നീ എന്തിന് ഈ യുദ്ധത്തിന് തയ്യാറായി? അർജുനൻ ആരെയാണോ കൊണ്ട് നടക്കുന്നത് ആ ശിഖണ്ഡിയാണ് ഭീഷ്മരെ വീഴ്ത്തിയിരിക്കുന്നത് അല്ലേ? നീ എന്താ ഇതെല്ലാം മറന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ വാക്കുകളൊക്കെ കൂടിപ്പോകുന്നു ദുര്യോധന. വിതുരനും മറ്റുള്ളവരും നിന്നെ എത്ര പ്രാവശ്യം ഉപദേശിച്ചു, ഈ ഒരു യുദ്ധം വേണ്ട, സമാധാനത്തിൽ പറഞ്ഞ് പാണ്ഡവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് സന്തോഷമായിട്ട് ഈ പ്രശ്നം തീർക്കണമെന്ന് എല്ലാവരും നിന്നെ ഉപദേശിച്ചതല്ലേ? നീ ചെയ്തിട്ടുള്ള അധർമ്മങ്ങളുടെ ഫലമാണ് നീ ഇപ്പം അനുഭവിക്കുന്നത്. അല്ലാതെ നീ ഇതിൽ ഞങ്ങളെ ആരെയും കുറ്റം പറയണ്ട. അങ്ങനെ കുറ്റം പറയേണ്ട ഒരാവശ്യവും നിനക്കില്ല. ശകുനി കള്ളച്ചൂത് കളിച്ചിട്ടല്ലേ നീ നിരപരാധികളായിരിക്കുന്ന പാണ്ഡവന്മാരെയൊക്കെ കാട്ടിലേക്ക് അയച്ചത്? യഥാർത്ഥത്തിൽ ഒരു ശരിയായ വഴിയിലാണോ ഈ പറയുന്ന ചൂതുകളിയൊക്കെ നടന്നത്? ധർമ്മപുത്രരെ തോൽപ്പിച്ചിരിക്കുന്നത് ശകുനി യഥാർത്ഥമായ രീതിയിലാണോ? ജയ് ഗുരുദേവ്. അല്ലല്ലോ, കള്ളച്ചൂതിലൂടെയല്ലേ നീ പാണ്ഡവന്മാരെ തോൽപ്പിച്ചത്. എന്നിട്ട് അവരെ നീ കാട്ടിലേക്ക് അയച്ചു. അവസാനം അവരുടെ സ്വത്തുവകകളെല്ലാം നീ കയ്യിലെടുത്ത് വെക്കുകയും ചെയ്തു. ഇനിയും നിനക്ക് മതിയായില്ലേ? നമ്മുടെ ദുര്യോധനനോട് ദ്രോണാചാര്യർ ഇതൊക്കെ ചോദിക്കുകയാണ്. എല്ലാവരും കാണുകെ രജസ്വലയും ഏകവസ്ത്രയുമായിരിക്കുന്ന പാഞ്ചാലിയെ നീ സഭയിൽ കയറ്റി അപമാനിച്ചത് നീ മറന്നുപോയോ? ഇതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നീ ചെയ്ത അധർമ്മങ്ങൾ, അതിൻ്റെ ഫലമൊക്കെ നീ അനുഭവിക്കാതിരിക്കുവോ? ഒരു സ്ത്രീയോട് ഇത്രത്തോളം അപമാനം ചെയ്താൽ ബാക്കിയെല്ലാം നീ വിട്. ദുര്യോധന, നീ ചെയ്തിരിക്കുന്ന പാണ്ഡവന്മാരോട് ചെയ്തിരിക്കുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും നീ വിട്ടുകളാം. പക്ഷേ ആ പാഞ്ചാലിയോട് നീ ചെയ്തത് എത്ര വലിയ അപരാധമാണ്. ഒരു സ്ത്രീയോട് നീ ചെയ്ത ഈ അപമാനം ആരാ സഹിക്കുക? അത് നിനക്ക് അനുഭവിക്കണ്ടേ? സ്വന്തം പിതാവിൻ്റെ ഉപദേശങ്ങൾ കൂടി നീ കേട്ടില്ലല്ലോ. മഹാരാജാവ് എത്രമാത്രം നിന്നെ ഉപദേശിച്ചു, നീ ശ്രദ്ധിച്ചോ? നീ കേട്ടോ? അർത്ഥകാമങ്ങളിൽ മാത്രം മനസ്സ് വെച്ച് ധർമ്മത്തെ അവഗണിച്ചതിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. നീ എന്തെല്ലാം കാര്യങ്ങളിലാ മനസ്സ് വെച്ചത്? സ്വത്ത്, പണം, പ്രശസ്തി, പേര്, ശക്തി, എല്ലാത്തിലും നിന്റെ കണ്ണുണ്ടായി. നിനക്ക് ചുറ്റും കുറെ ആളുകളുണ്ടായി. ഇതെല്ലാം കൂടി ആയപ്പോൾ നീ അർജുനനെയും പാണ്ഡവന്മാരുടെ ശക്തിയും എല്ലാം പോട്ടെ, കൃഷ്ണനെ പോലും നീ മറന്നു അല്ലേ? നീ അനുഭവിക്കുന്നത് നീ ചെയ്ത അധർമ്മങ്ങളുടെ ഫലമാണ് ദുര്യോധന. അതിന് നീ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. ശകുനിയും കർണനും ദുശാസനനും ഒക്കെ അല്ലേ നിന്നെ ഉപദേശിച്ചു കൊണ്ടിരുന്നത്? ഇപ്പൊ എവിടെ പോയി അവരൊക്കെ? നിന്റെ ഉപദേഷ്ടാക്കളൊക്കെ ഇപ്പൊ എവിടെ? സൈന്ധവനെ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും കൂടിയല്ലേ നിന്നത്? എന്നിട്ട് നിനക്ക് ജയദ്രഥനെ രക്ഷിക്കാൻ സാധിച്ചോ? നീയും കർണനും ശല്യനും അശ്വത്ഥാമാവും ദുശാസനനും മറ്റു യോദ്ധാക്കളും ഒക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ അർജുനൻ വന്നിട്ട് ജയദ്രഥനെ വധിച്ചത്? നീ നിന്റെ ചുറ്റുമുള്ള കുറെ യോദ്ധാക്കളിൽ വിശ്വാസം വെച്ചു അല്ലേ? എന്നിട്ട് എന്തായി? അർജുനൻ വന്നു, ജയദ്രഥനെ വധിച്ചു. അർജുനൻ പറഞ്ഞ വാക്ക് അർജുനൻ പാലിച്ചു. ഇനിയും നിനക്ക് അടങ്ങാനായില്ലേ? അവനെ രക്ഷിക്കാൻ ഞാൻ ആളായില്ല എന്നതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്താണോ നീ? എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം നീ ചെയ്തത് അധർമ്മമാണ് ദുര്യോധന. ആ അധർമ്മത്തിൻ്റെ ഫലം നീ അനുഭവിക്കും. അത് അത്രേ പറയുന്നുള്ളൂ. അതിന് നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഭീഷ്മർ വീണപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ച കാര്യമാണ്, ഈ യുദ്ധത്തിൽ
നീ തോൽക്കുമെന്നുള്ളത്. ഭീഷ്മര് ശരശയ്യയിലായപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, ദുര്യോധന, ഈ യുദ്ധം നിനക്ക് തോൽവിയാണെന്ന്. എന്നിട്ടും നിന്നെ ഞാൻ ഉപദേശിച്ചു, ആയുധം വെച്ച് കീഴടങ്ങൂ, ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാം. നീ കേട്ടില്ല. നീ ഓരോ ദിവസവും എങ്ങനെ പാണ്ഡവരെ നശിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ പദ്ധതികളുമായിട്ട് നീ ഇറങ്ങി. ഇപ്പം എന്തായി? എങ്കിലും ഞാൻ പിന്നോക്കം നിന്നില്ല, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിയുന്ന പോലൊക്കെ ഞാൻ നിന്നെ സഹായിച്ചു. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല ദുര്യോധന, ഞാനിതാ പോവാണ്. നിന്റെ വാത്സല്യം കൊണ്ട് വേദനിക്കുന്ന ഹൃദയത്തോടു കൂടി ഞാനിതാ സൈന്യമധ്യത്തിലേക്ക് പോകുന്നു. നീ എന്തെല്ലാം വാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിച്ചു ദുര്യോധന. ഒരു ആവേശത്തിന് നീ പറയുന്ന വാക്കുകൾ എത്രമാത്രം ഓരോരുത്തരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു എന്നുള്ള കാര്യം നീ അറിയുന്നുണ്ടോ? നീ ഒട്ടും അറിയുന്നില്ല. ഞാൻ പോവാണ് സൈന്യമധ്യത്തിലേക്ക്. ആരാ പറയുന്നത്? ദ്രോണാചാര്യർ. ആരോടാ പറയുന്നത്? ദുര്യോധനനോട്. കാരണം ദുര്യോധനന്റെ മനസ്സ് മുഴുവൻ അന്ധകാരമാണ്. ഈ അന്ധകാരത്തിൽ നിന്ന് ദുര്യോധനന് പുറത്തു വരാൻ പറ്റുന്നില്ല. കാരണം എന്താ? ദുര്യോധനന്റെ മനസ്സിൽ മുഴുവനുള്ളത് സ്വത്ത്, പണം, സമ്പത്ത്, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ്. നീയും ശക്തനാണെങ്കിൽ സൈന്യത്തോടു കൂടി നീ പോയി നിൽക്കുക. നീ ഇനിയും ശക്തിയുള്ളവനാണെങ്കിൽ നീ പോയി സൈന്യവുമായി നിന്നിട്ട് പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്യ്. അശ്വത്ഥാമാവിനോട് ധർമ്മം വിട്ട് പ്രവർത്തിക്കരുതെന്ന് നീ പ്രത്യേകം പറയണം. ഈ ചെയ്തിരിക്കുന്നതെല്ലാം ദുര്യോധന അധർമ്മമാണ്. ഇനിയെങ്കിലും ധർമ്മം വിട്ടൊരു കളി കളിക്കരുതെന്ന് നീ അശ്വത്ഥാമാവിനോട് പോയി പറ. ഇനിയെങ്കിലും അടങ്ങു ദുര്യോധന, നിനക്ക് രക്ഷയില്ല. നീ അത് മനസ്സിലാക്ക്. നീ വിശ്വസിച്ച് ഓരോരുത്തരും സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഓടിപ്പോവാണ് യുദ്ധക്കളം വിട്ടിട്ട്. അല്ലാത്തവരെല്ലാം മരിച്ചു വീഴാണ്. ഇനിയും നിനക്ക് അടങ്ങാനായില്ലേ ദുര്യോധന? ഇങ്ങനെ പറഞ്ഞിട്ട് ദ്രോണർ എന്തു ചെയ്തു? യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയി. ആചാര്യന്റെ വാക്ക് കേട്ടപ്പോഴേക്കും ദുര്യോധനന് ഒരു സമാധാനവും കിട്ടുന്നില്ല. ദുര്യോധനൻ ആകെ ടെൻഷനായി. ഒരു ദിവസം കൊണ്ട് 7 അക്ഷൗഹിണി സൈന്യത്തെയാണ് പാണ്ഡവന്മാർ തകർത്തിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട്. ജലന്ധൻ, അലംബുഷൻ, ഭൂരിശ്രവസ്, ജയദ്രഥൻ, ഇങ്ങനെ ഒരുപാട് വീരന്മാരെ, വലിയ വലിയ വീരന്മാരാണ് ഇവരൊക്കെ. അവരെയൊക്കെ അർജുനൻ കൊന്നു. ഇനി അവരൊന്നും ഇല്ല. ഇതെല്ലാം ആലോചിച്ച് ദുര്യോധനൻ ആകെ അസ്വസ്ഥമായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാത്ത ആവലാതിയോടുകൂടി ദുര്യോധനൻ ഇരിക്കുകയാണ്. എന്നിട്ട് ദുര്യോധനൻ എന്ത് ചെയ്തു? നേരെ കർണന്റെ അടുത്തേക്ക് പോയി. കർണന്റെ അടുത്ത് ചെന്നിട്ട് ദുര്യോധനൻ പറയാണ്, കർണ, ഇനി നമുക്ക് എന്താ ഒരു ഗതി? ഭവാനും മഹാത്മാവുമായിരിക്കുന്ന ദ്രോണരും ഇവരാരും പൊരുതിയിട്ട് മഹാരഥന്മാരുടെ കൺമുന്നിൽ വെച്ച് കൃഷ്ണസഖനായിരിക്കുന്ന പാർത്ഥൻ സിന്ധുരാജാനെ വധിച്ചത് നീ കണ്ടില്ലേ കർണ? ഇനി എന്താ കൗരവ വംശത്തിന്റെ ഗതി? എത്രയധികം സൈന്യങ്ങളെയാണ് അർജുനൻ ഇന്നലെ കൊന്നു വീഴ്ത്തിയത്. എന്റെ സൈന്യത്തിൽ ഇനി കുറച്ചു പേരും ബാക്കിയുള്ളൂ കർണ. ദ്രോണരുടെ ഹൃദയം ഇപ്പോഴും പാണ്ഡവന്മാരുടെ കൂടെയാണെന്നാണ് തോന്നുന്നത്. അർജുനന് വ്യൂഹം പിളർക്കാൻ സാധിച്ചത് അതുകൊണ്ടല്ലേ? ദ്രോണർ വിചാരിച്ചിരുന്നെങ്കിൽ അർജുനനിൽ നിന്ന് ജയദ്രഥനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നെന്ന് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് കർണ. പക്ഷെ മനസ്സുകൊണ്ട് അദ്ദേഹം ഇന്നും പാണ്ഡവന്മാരുടെ ഒപ്പമാണ്. ജയദ്രഥൻ വീട്ടിലേക്ക് പോകുവാൻ സമ്മതം ചോദിച്ചതാണ്. ദ്രോണരെ വിശ്വസിച്ചാണ് ഞാൻ ജയദ്രഥനെ വിടാതിരുന്നത്. ദ്രോണർ അവൻ അഭയം നൽകി. എന്നിട്ടും അവൻ മരിച്ചു. മാത്രമല്ല ഒട്ടേറെ സൈന്യങ്ങളും നശിച്ചു. എൻ്റെ സഹോദരന്മാരിൽ പലരും മരിച്ചു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയുന്ന ദുര്യോധനനോട് കർണൻ പറഞ്ഞു, മഹാരാജാവേ, ആചാര്യനെ ഗ്രഹിക്കുന്നത് ശരിയല്ല. അർജുനന്റെ യുദ്ധസാമർത്ഥ്യത്തെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ഭവാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. പോരാത്തതിന് കൃഷ്ണന്റെ സഹായവും അവനുണ്ട്. ദ്രോണർക്ക് പാണ്ഡവന്മാരെ ജയിക്കാൻ സാധിക്കുകയില്ല. ദൈവഹിതത്തെ മാറ്റിമറിക്കുവാൻ ആർക്ക് സാധിക്കും? ഈശ്വരൻ എന്താണോ നിശ്ചയിച്ചത് അതേ നടക്കൂ. നാം കഴിയുന്നത്ര പൗരുഷത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുക.
ഫലം തരേണ്ടത് ഈശ്വരനല്ലേ? യത് കർത്തവ്യം മനുഷ്യേന വ്യവസായവധാ സദാ തത്കാര്യം അവിശങ്കേന സിദ്ധിർ ദേവേ പ്രതിഷ്ഠിത. നമ്മൾ നമ്മളെ കൊണ്ടാവുന്നത് പോലെ പ്രവർത്തിക്കുക. ഉത്തരം തരേണ്ടത് ആരാണ്? ഈശ്വരനാണ്. ഈ കാര്യം നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്തൊരു തത്വമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. മനസ്സിലായില്ലേ? ഇവിടെ കർണനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം, അതായത് നമ്മൾ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ചെയ്യണോ അതെല്ലാം മനുഷ്യൻ എപ്പോഴും ഉത്സാഹത്തോടു കൂടി സംശയം കൂടാതെ ചെയ്യണം. എന്താ പറയുന്നത്? ഉത്സാഹത്തോടു കൂടി സംശയമില്ലാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. ഒരിക്കലും നമ്മൾ സംശയിക്കരുത്. ഞാൻ ഇത് ചെയ്താൽ എനിക്കിത് കിട്ടുമോ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കിത് കിട്ടുമോ, അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട ജീവിതത്തിൽ. നമ്മൾ ചെയ്യേണ്ട കുറേ കടമകളുണ്ട് അല്ലേ? ആ കടമകൾ അങ്ങ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് റിസൾട്ട് എന്താണെന്നുള്ളത് അത് ഈശ്വരനാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. നമ്മളൊരിക്കലും ആ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കേണ്ട. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, അത് മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. ഹരേ കൃഷ്ണ സന്തോഷിട്ടാ. നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. ചതി കൊണ്ടും വിഷപ്രയോഗം കൊണ്ടും അരക്കില്ലത്തിൽ ഇട്ട് ചുട്ടും രാജനീതിയെ ബലമായി പിടിച്ചും നാം അവരെ കാറ്റിൽ കയറ്റിവിട്ടു. എല്ലാം ദൈവം തടുത്തു. എന്നാൽ ദൈവത്തെ ഓർത്ത് നാം വെറുതെ ഇരിക്കരുത്. അവർ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. താങ്കൾ ചീത്ത കാര്യങ്ങളും രജോചിതമല്ലാത്ത വിധത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അവരോട് ഇതിനേക്കാൾ വലിയൊരു സൈന്യം നമുക്കുണ്ട്. അതുകൊണ്ട് ജയം ഭവാൻ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ദൈവം എല്ലാം തകർത്തു വിട്ടു. ഇപ്പോഴും കർണന്റെ ഉപദേശം ശരിയായിട്ടില്ല. കർണൻ എന്താ പറയുന്നത്? നമ്മൾ പാണ്ഡവ വംശത്തെ പല രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ ദൈവം അതെല്ലാം തട്ടിമാറ്റി ഇവിടം വരെ എത്തിച്ചു. അവരെക്കാൾ നല്ലൊരു സൈന്യം നമ്മുടെ കൂടെയുണ്ട്. കർണൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് മോശപ്പെട്ട കൂട്ടുകാരിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം. നല്ല കൂട്ടുകാരിലേക്ക് പോവുകയാണെങ്കിൽ എന്നും നന്മയുടെ പാതയാണ് നമുക്ക് കാണിച്ചു തരാം. മോശം കൂട്ടുകെട്ടാണെങ്കിൽ നമ്മൾ എന്നും മോശമായ പാതയിലേക്കായിരിക്കും പോവുക. അപ്പോൾ കർണൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനിയും എന്താണ് ഹരേ കൃഷ്ണ അമ്മേ, ഇനിയും എന്താണ് ഈ ചിന്തിക്കുന്നത്? അവരെക്കാൾ വലിയൊരു ശക്തി നമ്മുടെ കൂടെയുണ്ട്. ആര്? കൗരവന്മാരുടെ കൂടെ. ഇതൊക്കെ വിശ്വസിക്കാൻ ആര്? ഈ ദുര്യോധനൻ. ദൈവം പ്രമാണം സർവസ്യ സുഹൃദേ സേതരസ്യവ അനന്യകർമ്മ ദൈവം ഹി ജാഗർത്തി സബത്താമതി എന്ന് പറഞ്ഞാൽ സുഹൃതത്തിനും ദുഷ്കൃതത്തിനും എല്ലാം ദൈവമാണ് പ്രമാണം. സുഹൃത്ത് എന്ന് പറയുമ്പം നല്ല കാര്യങ്ങൾ, ദുഷ്കൃതം എന്ന് പറയുമ്പോൾ ചീത്ത കാര്യങ്ങൾ. ഈ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങൾക്കും എല്ലാം പ്രമാണമായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സാലെ ചിന്തിക്കണം. കാരണം എന്താ? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നന്മയെ വരും. ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്നും മോശമായിരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആ റിസൾട്ട് കിട്ടും. അപ്പം നമ്മൾ എന്ത് വേണം? ചീത്ത കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോവരുത്. 1000 ചീത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും, മനസ്സിലായില്ലേ? അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ചിലപ്പോൾ നമ്മൾ മോശം വ്യക്തികളായേക്കാം. അങ്ങനെ സമൂഹം നമ്മളെ ചൂണ്ടിക്കാണിക്കും. പക്ഷെ നമ്മൾക്കുള്ളിൽ ശരി എന്ന് തോന്നുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യണം. ഒരിക്കലും നമ്മളിലെ ശരി മറ്റൊരാളെ പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? നമ്മൾക്ക് എന്താണോ ശരി ആ ശരി നമ്മൾ ചെയ്യാം. അത് നാളെ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇവരെന്ത്, ഇതൊന്നും ചിന്തിക്കരുത്. കാരണം എന്താ അറിയോ? നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ശരികൾ എന്നും നമ്മുടെ ശരികളാണ്. അതിൽ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അല്ലേ? അത് മതി. അതിൻ്റെ അപ്പുറത്തേക്ക് അവരെന്ത് പറയും ഇവരെന്ത് പറയുന്നൊക്കെ ആലോചിച്ച് ജീവിക്കാൻ പോവുകയാണെങ്കിൽ അതിനേ സമയം കാണും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നിനും സമയം കാണില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്നും കേൾക്കരുത്. ഞാൻ എന്നും അങ്ങനെയാണ്. എൻ്റെ ശരികൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കാറ്. കാരണം ആ ശരികൾ ചെയ്ത് അതൊരു തെറ്റായാൽ അത് ഞാൻ തന്നെയല്ലേ അനുഭവിക്കുന്നത്, മറ്റൊരാളല്ലല്ലോ. എനിക്ക് ആരുടെ നേരം വിരൽ ചൂണ്ടേണ്ട കാര്യമില്ല. കാരണം ഞാനെടുത്ത തീരുമാനമാണ്, എൻ്റെ ഓൺ ഡിസിഷനാണ്. എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ്. അതിന് എനിക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ആ ജീവിതം കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അത് നിർബന്ധമാണ്. കാരണം ഞാനൊരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ ആ തീരുമാനത്തിൽ നിന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യണം, അല്ലേ? ഒരിക്കലും നമ്മളുടെ സന്തോഷങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ കാരണം മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാവരുത്. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ എന്നും പക്വതയോടുകൂടി എടുക്കാം. ആ തീരുമാനങ്ങൾ ചിലപ്പോൾ 10 പേരെ കണ്ണിൽ തെറ്റായിരിക്കും, ആയിക്കോട്ടെ,
അതൊന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ മനുഷ്യൻ ഉറങ്ങുമ്പോഴും ദൈവം ഉണർന്നിരിക്കുന്നുണ്ട് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ശരിയായ ഒരു സത്യമാണ്. നമ്മളുടെ വിചാരം നമ്മൾ ഉറങ്ങുമ്പം ദൈവം ഉറങ്ങാണെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ഉറങ്ങുമ്പോൾ ഈശ്വരൻ ഉണർന്നിരിക്കുന്നുണ്ട്. കാരണം എത്ര മനുഷ്യന്മാരുടെ കണ്ണ് വേണമെങ്കിലും മൂടിക്കെട്ടാം, പക്ഷേ ഈശ്വരൻ്റെ കണ്ണ് മൂടിക്കെട്ടാൻ കഴിയില്ല. ഇന്ന് നമ്മൾ വേഗം എടുത്ത് വേഗം നിർത്തണം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നാളെ ഷൂട്ടും ഉണ്ട്. അപ്പം എന്താ പറയേണ്ടത്, നമ്മളുടെ എന്താ പറയുക, നമ്മൾ 1000 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന്. മേ ബി ആയിരിക്കാം, പക്ഷെ ഈശ്വരൻ കാണുന്നുണ്ട്. ആ ഈശ്വരനെ മറച്ചു വെച്ച് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പം, ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, ഒരാളെ വേദനിപ്പിക്കുമ്പം, ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഈശ്വരൻ കാണുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യണം? എന്താവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലേ? നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ട്, നമ്മളുള്ളത് കൊണ്ട് മാന്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഇല്ലാത്തതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും എത്തിപ്പിടിക്കാൻ ശ്രമിക്കരുത്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ക്ലിയർ? അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്തോ അത് മാത്രമേ ലോകത്തിൽ നടക്കൂ. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്, നമ്മളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരിക്കലുമല്ല. എല്ലാം ചെയ്തിരിക്കുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരൻ അറിയാതെ ഒന്നും നടക്കില്ല. നാളെ ഇനിയിപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വൈകിട്ടാവും തോന്നുന്നുണ്ട്. സൺ ടി വിയുടെ വർക്കൊക്കെ ആകുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. 10 മണിക്ക് അല്ല, ഒരു 9 മണിക്ക് മുമ്പേ വരികയാണെങ്കിൽ വൈകുന്നേരത്തെ ക്ലാസ് എടുക്കുക. അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണെന്നറിയോ, നമ്മളെ ഒരാൾ വിഷമിപ്പിച്ചാൽ നമ്മൾ എത്രത്തോളം മിണ്ടാതിരിക്കുന്നു അത്രത്തോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അവരനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിന്ദു മാതാജി എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ ബിന്ദു മാതാജിയോട് അതേ രൂപത്തിൽ തിരിച്ചു പറയുകയാണെങ്കിൽ ഞാനും അവരും തമ്മിലൊരു വ്യത്യാസവും ഇല്ല. അവർക്കൊട്ടൊന്നും ഈശ്വരനോട് കിട്ടാനും പോണില്ല. അതേസമയം ഞാനത് ക്ഷമിക്കുകയാണെങ്കിൽ, ഞാനത് സഹിക്കുകയാണെങ്കിൽ, ബിന്ദു മാതാജിക്ക് കിട്ടാൻ പോകുന്ന അടി എന്ന് പറയുന്നത് ചെറിയ അടിയായിരിക്കില്ല, വലിയ അടിയായിരിക്കും. കാരണം എന്താ, ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ക്ഷമിക്കാൻ പറ്റൂ. അല്ലാത്തൊരു വ്യക്തിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. താഴേന്ന് ആരോ വിളിച്ച പോലെ തോന്നി, അമ്മൂന്ന് വിളിച്ച പോലെ തോന്നി. ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളെ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് നമ്മളോട് ചെയ്താലും ശരി, നമ്മൾ ക്ഷമിക്കണം. ക്ഷമിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് സൈഡ് ലൈൻ ചെയ്ത് വെക്കണം. പിന്നീട് കിട്ടേണ്ടത് ഈശ്വരനോട് കിട്ടിയിട്ട് നമ്മുടെ മുമ്പിൽ വരും, വരാതിരിക്കില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ഷമിക്കുക. ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി സഹിച്ചു നിൽക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി, നമ്മുടെ ഓഫീസുകളിലാണെങ്കിലും ശരി, നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നോ അത്രത്തോളം നമ്മൾ ഉയരും. കാരണം ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ ആരാണോ സ്ഥാപിച്ചിരിക്കുന്നത് അവർക്കേ ക്ഷമ എന്ന് പറയുന്ന ആയുധം കിട്ടും. അല്ലാത്ത ഒരാൾക്കും കിട്ടില്ല ആ ഒരു ആയുധം. അത് ഭയങ്കര ഒരു സാത്വിക ഗുണമാണ്. അതുകൊണ്ട് എത്ര ക്ഷമിക്കുന്നോ അത്രത്തോളം ഉയരും. പിന്നെന്താ പറയുന്നത്? എങ്കിലും ഉത്സാഹിച്ചു പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈശ്വരൻ്റെ തീരുമാനം മാത്രമേ ഭൂമിയിൽ നടക്കൂ. എന്നാലും ആ തീരുമാനങ്ങൾ ഈശ്വരൻ നടത്തുന്നത് ആരിലൂടെയാണ്? നമ്മളിലൂടെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഉത്സാഹത്തോടെ പ്രവർത്തിക്കണം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, നമ്മൾ എന്താ ചെയ്യുക? അയ്യോ വരൂ, ഇരിക്കൂ കേട്ടോ, ചായ എടുക്കാം, കാപ്പി എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വേഗം വേഗം അവരെ സൽക്കരിക്കും അല്ലേ? സത്യം, അങ്ങനെ ചിലപ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. അമ്മൂന്നിങ്ങനെ വിളിക്കും, ആരാന്ന് പോലും എനിക്കറിയില്ല. അപ്പം എന്താ പറയാ, ഉറക്കം വരുന്നുണ്ട്. ഞാൻ 5:30 മണിക്കാണ് ഉറങ്ങിയത് രാവിലെ. അപ്പോഴേക്കെന്നെ എഴുന്നേറ്റ് ഡബ്ബിങ്ങിന് പോയി. സാരല്ല. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ചായ കുടിക്കട്ടോ, ചോറ് കഴിക്കട്ടോ, കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയും. നമ്മൾ ഭയങ്കര ഉത്സാഹത്തോടെ നമ്മൾ ട്രീറ്റ് ചെയ്യും അല്ലേ? ആ ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭഗവാനോട് ചെയ്യേണ്ട കടമകളിൽ നമ്മൾ പാലിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ വീട്ടമ്മയായിട്ട് ജീവിക്കാം, ചിലപ്പോൾ നമ്മൾ വേറെ ഒരു മേഖലയിൽ ജോലി ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, ഇന്നലെ ഫുൾ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നിപ്പം ഓൾമോസ്റ്റ് രാവിലെ ആകുമ്പോഴേക്കും വണ്ടി വരും, ഷൂട്ടിന് പോകണം.
ഇനിയിപ്പോൾ രാത്രി കിടക്കുമ്പോഴേക്ക് കുറേ ലേറ്റ് ആവും, കോസ്റ്റ്യൂമൊക്കെ എടുത്ത് വെച്ച് എല്ലാം പിടിച്ച് വരുമ്പോഴത്തേക്ക് സമയം, പിന്നെ 2:30 മണിക്ക് എഴുന്നേൽക്കണം, ഭഗവാന്റെ കാര്യം ചെയ്യണം, ഇന്നും ഉറക്കം അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് വേണമെങ്കിൽ പറയില്ല ഞാൻ ഫ്രീ അല്ല, എനിക്ക് വേറെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഒഴിവാവാം, വേറെ ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ പേയ്മെൻറ്റ് മതി എന്ന ഭാവത്തിൽ എനിക്ക് അങ്ങ് പോവാം. പക്ഷെ അതല്ല, നമ്മൾ ചെയ്യേണ്ട ജോലി, ആ ജോലി അത് എന്തായിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡായിക്കോട്ടെ, വേറെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നമ്മൾ നല്ല ഉത്തരവാദിത്വത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. അത് നമ്മളെ വീട്ടിലെ ജോലിയാണെങ്കിലും ശരി, മനസ്സിലായില്ലേ? ശപിച്ചുകൊണ്ട് അടുക്കളയിൽ പണിയെടുക്കരുത്, ഒരിക്കലും ചെയ്യരുത്. നല്ല സന്തോഷത്തോടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വീട്ടിൽ പണിയെടുക്കണം. ഞാനിവിടെ എന്താ പറയുക, സത്യം ശ്രീദേവി മാതാജി, ഞാനിവിടെ ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അറിയോ, നേരെ ഒരു ഇതൊക്കെ വെച്ചിട്ട്, വിജയ് മാതാജി, പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മളുടെ മനസ്സിന് നമ്മൾക്ക് എന്താണോ സന്തോഷം തരുന്നത്, ആ സന്തോഷത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതം നമുക്ക് വെറുത്തു പോകും. മനസ്സിലായില്ലേ? എപ്പോഴും ശപിച്ചുകൊണ്ട് അടുക്കളയിൽ പണിയെടുക്കുക, ശപിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്കോ ഭർത്താക്കന്മാർക്കോ വീട്ടിലുള്ളവർക്കോ നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുക, അല്ലെങ്കിൽ എന്നും ഇത് തന്നെ ഈ വീട്ടിൽ, അങ്ങനത്തെ ഒരു മൈൻഡിലൊന്നും നമ്മൾ ഇടപെടരുത്. നമ്മളുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. മനസ്സിലായില്ലേ? എപ്പോഴും ഫ്രഷായിട്ട് നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആവാൻ പറ്റുമോ അത്രത്തോളം ആക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കൊണ്ടുപോകണം. ഓക്കെ, അങ്ങനെ സന്തോഷത്തോടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ജീവിതത്തെ തോക്കേണ്ടി വരില്ല, ഒരിക്കലും നമ്മൾ തോറ്റുപോവില്ല. നിങ്ങൾക്കുള്ളിൽ എല്ലാവർക്കുള്ളിലും എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകളുണ്ട്. ചിലർക്ക് കുക്ക് ചെയ്യാൻ പറ്റും, ചിലർക്ക് തയ്ക്കാൻ പറ്റും, ചിലർക്ക് വരയ്ക്കാൻ പറ്റും, ചിലർക്ക് പാടാൻ പറ്റും, ചിലർക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല പല കഴിവുകൾ നിങ്ങൾക്കുള്ളിലെല്ലാം ഉണ്ട്. ആ കഴിവുകളെയൊക്കെ കണ്ടെത്തുക, ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ശരിയല്ലായിരിക്കാം, എങ്കിലും ആ സാഹചര്യങ്ങൾ ശരിയല്ലെങ്കിൽ കൂടിയും നമ്മൾക്കൊരു പാട്ട് കേൾക്കുന്നതിന് ഒരു സാഹചര്യക്കുറവും ഇല്ലല്ലോ. പോട്ടെ, ഇനി പാട്ട് കേൾക്കാൻ വല്ല അമ്മായിയമ്മമാരും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മൾക്ക് വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിലൊന്നും ഒരാളെയും നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യുന്നതിന് നമുക്കാരും തടസ്സമല്ലല്ലോ, ആണോ? ഒരിക്കലും അല്ല. അങ്ങനെയും നമ്മൾ നമ്മുടെ ജീവിതത്തിനെ എന്ത് ചെയ്യണം, നല്ല ബ്ലിസ്ഫുൾ ആക്കി മാറ്റണം, അനുഗ്രഹീതമാക്കി മാറ്റണം. നമ്മളൊരു 4 വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തെ തളച്ചിടരുത്. അത് ഭയങ്കര ബോറിംഗ് ആണ്. മനസ്സിലായില്ലേ? ഭയങ്കര ബോറിംഗ് ആണ്. എത്രയോ ജീവിതങ്ങൾ, ഞാൻ പേരെടുത്ത് പറയാതെ തന്നെ എത്രയോ സ്ത്രീ ജന്മങ്ങൾ അല്ലേ, അവരവരുടേതായ ലോകത്ത് അവരവരുടേതായ രീതിയിൽ പേരെടുക്കുന്നുണ്ട്. ആരെയും പഠിപ്പിച്ചിട്ടൊന്നുമല്ല. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ആരും ആക്ടിങ് ഫീൽഡിലില്ല. ആക്ടിങ്, ഡബ്ബിങ്, ആങ്കറിങ് ഇപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവളെങ്ങനെ ഈ ഫീൽഡിൽ എത്തി എന്നുള്ളതാണ്. ആരും ഈ ഫീൽഡിലില്ല. എനിക്ക് തോന്നുന്നു ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ 10 പേരക്കുട്ടികളിൽ ഞാൻ മാത്രമേ ഡാൻസ് പഠിച്ചിട്ടുള്ളൂ, വേറൊരാളും പഠിച്ചിട്ടില്ല. ഒരാളും ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള ഒന്നിനും പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഇതൊക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ എന്താ പറയുക, സിനിമയൊക്കെ കണ്ടു വന്നു കഴിഞ്ഞാൽ അതേപോലെയൊക്കെ ആക്ട് ചെയ്യാനൊക്കെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ശ്രമിക്കും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ശ്രമിച്ചപ്പോൾ എന്തോ എനിക്ക് അതിൽ വരണം എന്നുള്ളൊരാഗ്രഹം വന്നു. ആ ആഗ്രഹം ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് താലോലിച്ചു. അങ്ങനെ ഞാൻ ഏതൊക്കെയോ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഏതൊക്കെയോ മേഖലകളിലൊക്കെ വർക്ക് ചെയ്ത്, പക്ഷെ എങ്ങനെയോ ഞാൻ മീഡിയയിൽ എത്തിപ്പെട്ടു. ഭഗവാന്റെ കാരുണ്യം, ഇന്നും ആ മേഖലയിൽ ഞാൻ എൻ്റെ സന്തോഷത്തിന് എനിക്ക് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന വർക്കുകളിൽ ഞാൻ ചെയ്തു പോകുന്നു. ഒപ്പം വീടും നന്നാക്കി, മീൻസ് നമ്മളെ വീട്ടിലെ കാര്യങ്ങളും ചെയ്തു പോകുന്നു. അപ്പം അതേപോലെ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ സ്വയം നമ്മളിൽ നിന്ന് തന്നെ കണ്ടെത്തണം. മനസ്സിലായില്ലേ? ഒരാളുടെ കയ്യിലും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ താക്കോല് കൊടുക്കരുത്. നിങ്ങൾ സ്ത്രീകളായാലും ശരി, പുരുഷന്മാരായാലും ശരി, ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടാത്ത ആരാ ഉള്ളത്? ഇതിലിരിക്കുന്ന 165 പേരും ഞാനും അടക്കം 166 പേരും പല സമയങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ തിരിച്ചടികൾ നേരിട്ടവരാണ്, അല്ലേ? എല്ലാവരും തിരിച്ചടികൾ നേരിട്ടവരാണ്. ഒരാൾ പോലും തിരിച്ചടികൾ നേരിടാത്തവരില്ല ജീവിതത്തിൽ. ഒരിക്കലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മളെ വേദനിപ്പിച്ചവരാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കരുത്. നമ്മൾ അതിൽ നിന്ന് പുറത്തു വരണം. അതിൽ നിന്ന് പുറത്തു വന്ന് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ക്ഷമയോടെ, നല്ല എന്താ പറയുക, നല്ല എനർജറ്റിക്കായിട്ട് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ദിവസത്തെ കാണണം. ഇന്നത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ദുഃഖങ്ങൾ, വിഷമങ്ങൾ, ആകുലതകൾ അതൊക്കെ ഇന്നത്തോടെ കഴിഞ്ഞു. ഈ സമയം കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി നാളത്തേതാണ്.
അപ്പം ഇന്നത്തതെല്ലാം ഇന്നത്തോടു കൂടി അങ്ങ് വിട്ടിട്ട് നാളെ ഒരു പുതിയ ദിവസമാണ്. ആ പുതിയ ദിവസത്തിൽ പുതിയ ചിന്തകളായിട്ട് പുതിയ മനോഭാവത്തോടു കൂടി ഇന്ന് വരെ ഉണ്ടായിരിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും മാറ്റിവെച്ചിട്ട് നാളെ മുതൽ പുതിയ ദിവസമായിട്ട് നമ്മൾ തുടങ്ങണം. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പുതുമയുള്ളതാക്കി മാറ്റുമ്പോൾ നമ്മുടെ ജീവിതവും ഭയങ്കര കളർഫുൾ ആവും. അങ്ങനെ നമ്മൾ എല്ലാം ഈശ്വരൻ്റെ നിശ്ചയത്തിനായിട്ട് വിട്ടുകൊടുക്കുക. ഈശ്വരൻ അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഈശ്വരൻ അറിയാതെ ഇതൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഉത്സാഹിച്ചു പ്രവർത്തിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ഉത്സാഹിച്ചു തന്നെ പ്രവർത്തിക്കണം. ക്ഷത്രിയർക്കൊരിക്കലും നിരാശയുണ്ടാവരുത്. അതുപോലെ നമ്മൾക്കും ഒരിക്കലും നിരാശയുണ്ടാവരുത്. നമ്മൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് എല്ലാം കിട്ടണം എന്നൊന്നുമില്ല. എല്ലാം ഇപ്പം എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. പക്ഷെ അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്കിപ്പോൾ അത് കിട്ടിയില്ല എന്ന് ഓർത്തിട്ട് എൻ്റെ ഈ ഫീൽഡിൽ എനിക്ക് ജോലി ചെയ്യാതിരിക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പം നമ്മൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടണം എന്നുള്ള വാശിയും നമുക്ക് വേണ്ട. അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. ആഗ്രഹിക്കാൻ ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കുക, അല്ലേ? ആഗ്രഹിക്കാൻ ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാം. പക്ഷേ തരണമോ വേണ്ടേ എന്നുള്ളത് ഭഗവാന്റെ തീരുമാനമാണ്. പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ ഒരു ദിവസം നമുക്ക് തരും. തരകാതിരിക്കില്ല. ഉറപ്പായിട്ടും തരും. നിശ്ചയമായിട്ടും നമുക്ക് തരും. നിങ്ങൾ എന്താ ആഗ്രഹിച്ചാലും, ഒരു വീട് ആഗ്രഹിച്ചാൽ, ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചാൽ, ഒരു ജോലി ആഗ്രഹിച്ചാൽ, ഒരു വിവാഹം ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. ലഭിക്കാതിരിക്കില്ല. ഉറപ്പായിട്ടും ലഭിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പം എന്ത് ചെയ്യണം? ക്ഷമയോടെ ഭഗവാനോട് ചോദിക്കുക. ക്ഷമയോടെ ഉത്സാഹത്തോടെ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടില്ലാത്തവർക്കെല്ലാം വീടുണ്ടാവും. ഉറപ്പായിട്ടും വീടുണ്ടാവും. നിങ്ങളുടെ മക്കൾക്ക് ജോലിയില്ല എങ്കിൽ ഗുരുവായൂരപ്പനോട് ചോദിക്കൂ, അദ്ദേഹം തരും. പക്ഷേ സമയമാവുമ്പം അദ്ദേഹം തരും. നിങ്ങളുടെ കൈക്കും കാലിനും ഒക്കെ വേദനയുണ്ട്, നിങ്ങൾക്ക് എഴുന്നേക്കാൻ വയ്യ, നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് എങ്കിൽ എന്നാലും ഭഗവാൻ തരും. നിങ്ങൾക്കറിയോ, എനിക്കിവിടെ പറയാൻ ഒരു റൈറ്റ്സും ഇല്ല. പക്ഷെ ഞാൻ പറയുകയാണ്. ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് എങ്കിലും ഞാൻ പറയാണ്. നിങ്ങൾ ഈ കാണുന്ന ഓമന നായർ, ഓമനക്കുട്ടൻ, ആ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തി എവിടെയാണെന്നറിയുള്ളത്? അമേരിക്കയിലാണ്. അപ്പം ആ ഓമനക്കുട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭർത്താവ് മരിച്ച് 1 വർഷത്തിൻ്റെ ഉള്ളിൽ മകനും മരിക്കുകയാണ്. പിന്നെ ആ ഒരു സ്ത്രീ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്. എനിക്ക് എന്നും അത്ഭുതമാണ് ആ അമ്മ. സീരിയസ്ലി എന്നും എനിക്ക് ഭയങ്കര അത്ഭുതമാണ് അവർ. ഞാൻ എപ്പോഴും ഇടയ്ക്ക് അങ്ങനെ ആർക്കും അങ്ങനെ പേഴ്സണലി മെസ്സേജ് ഇടാറില്ല. നിങ്ങൾ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും മെസ്സേജ് ഇട്ടാലാണ് ഞാൻ അതിനൊരു റിപ്ലൈ തരാറ്. പക്ഷേ ഓമനക്കുട്ടനോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്താ ഓമനക്കുട്ട വിശേഷം? ഇടയ്ക്കൊക്കെ ചോദിക്കും. ഓക്കെ അമ്മ, ഉമ്മ ഓമനക്കുട്ട ലവ്ലി എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയില്ലെന്ന് വെച്ചാൽ, ആ മോളെ ഞാൻ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇത്ര പേജ് കഴിഞ്ഞു കേട്ടോ, ഞാൻ ഇത്ര വായിക്കുന്നു. അപ്പോൾ എൻ്റെ അത്ഭുതം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് ഭർത്താവ്, മകൻ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പം ഭർത്താവും നഷ്ടപ്പെട്ട് മകനും നഷ്ടപ്പെട്ട് എന്നിട്ടും അവർ ഭാഗവതം കൈവിടുന്നില്ല എന്നുള്ളതാണ്. അവരെന്നിട്ടും ഈശ്വരനെ വെറുക്കുന്നില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. എനിക്ക് ഭയങ്കര അത്ഭുതം അതാണ്. അതേസമയം എത്രയോ പേര്, മാതാജി എൻ്റെ വീട് ജപ്തി ചെയ്തു പോയി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ വിട്ട് പോയി മാതാജി, മരിച്ചു, ഇനി എനിക്ക് ഭഗവാനെ വേണ്ട മാതാജി, എനിക്ക് ചിന്തിക്കാൻ വയ്യ, ഇങ്ങനെ പറയുന്നവരുമുണ്ട്. പക്ഷെ അവർക്കൊരു വലിയ പാഠമാണ് ഓമനക്കുട്ടൻ. സീരിയസ്ലി ഞാൻ ഒരിക്കലും അങ്ങനെ പറയാം. അതേപോലെ ഒരാളാണ് നമ്മുടെ ലതാ സതീശൻ. മാതാജി ഇന്ന് എന്നെ വിളിച്ച് കുറേ സംസാരിച്ചു. അവരുടെ ഹസ്ബൻഡിന് തലയിലുള്ള സെൽസോ മറ്റോ എന്തൊക്കെയോ ആവുന്നൊരു മേജറായിട്ടുള്ള ഒരു അസുഖം. എത്ര കിഡ്നി പേഷ്യൻസിനെ അവർ രക്ഷിച്ചിരിക്കുന്നു എന്നറിയാമോ? ഞാൻ ചോദിച്ചു, മാതാജി വിഷമിച്ചില്ലേ? കാരണം ഇതിനെ മുമ്പേ വന്നപ്പം അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനെന്തിനു വിഷമിക്കണം? എനിക്കങ്ങനത്തെ ഒരു വിഷമമില്ല. കിച്ചൂട്ടം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തളരുമോ? തളരില്ലേ മാതാജി? അവർ പറയണം എന്നോട്. എനിക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളോടാണ് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം എനിക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളോട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തളർന്നു പോകുന്നവരെ ശരിക്കും പറഞ്ഞാൽ വിഡ്ഢികളാണ്. മനസ്സിലായില്ലേ? തളരാതെ പിടിച്ചു നിൽക്കില്ലേ, അവരാണ് സ്ത്രീകൾ. ആ സ്ത്രീകളെയാണ് നമ്മൾ എന്നും ബഹുമാനിക്കേണ്ടത്. അവരാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇതൊന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഓന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കരയുക.
എന്തെങ്കിലുമൊക്കെ നിസാര കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോവുക. ഭയങ്കര ബോറാണ്, ഭയങ്കര ബോറാണ്. നമ്മൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് നേരെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കരയേണ്ടി വരില്ല, ഒരിക്കലും കരയേണ്ടി വരില്ല. പ്രശ്നങ്ങൾ വന്നാൽ, ഒരു ഭയങ്കരമായ തണുപ്പ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ എടുത്തിട്ട് ഒരു സ്വെറ്റർ പുതയ്ക്കും, അല്ലെ? ആ തണുപ്പിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് ആലോചിക്കും. അതേപോലെ ജീവിതമാകുന്ന യാത്രയിൽ ദുഃഖങ്ങൾ വരുമ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, അതാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അവിടെ ഇരുന്ന് കരയല്ല വേണ്ടത്. അങ്ങനെ കരയുന്ന വ്യക്തികളെ സ്ത്രീ എന്ന് പറയുന്ന ആ വിഭാഗത്തിന് തന്നെ അപമാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീ എന്ന് പറയുന്ന ആ വിഭാഗത്തിന് തന്നെ അപമാനമാണ് ഇങ്ങനെ കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന സ്ത്രീകൾ. ആ കാലം കഴിഞ്ഞു. അത് 1960, 70, 80 കാലഘട്ടങ്ങളായി. ഇന്ന് സ്ത്രീ എന്ന് പറഞ്ഞാൽ ബോൾഡായിരിക്കണം എന്ന് കരുതി ഭർത്താവിനെ എടുത്തിട്ട് കൂമ്പിനിട്ടടിക്കാനല്ല ഞാൻ പറയുന്നത്. ആ ശാലീന പവിത്രതയോടുകൂടി, കാര്യവൈഭവത്തോടുകൂടി, എന്ത് പ്രശ്നങ്ങളെയും സമചിത്തതയോടുകൂടി തരണം ചെയ്യാനും. ഞാൻ കയറി ചെല്ലുന്നത് ഒരു അന്യ വീട്ടിലേക്കാണ്. ആ വീട്ടിലുള്ളവർ ഞാൻ വിചാരിച്ചിരിക്കുന്നത് പോലെ അല്ല എന്നോട് പെരുമാറുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വേണം പോവാൻ. ഓരോ അമ്മമാരും പെൺകുട്ടികളെ അങ്ങനെ അയക്കണം. നമ്മുടെ വീട്ടിൽ കിട്ടിയ സുഖങ്ങളൊന്നും കിട്ടില്ല, ഞാനും അച്ഛനും കാണിച്ച മുഖം നിനക്ക് അവിടെ ആരും കാണിക്കില്ല, അതെല്ലാം നീ തരണം ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുപോകണം, ഓരോ പെൺകുട്ടികളെയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും നിരാശയില്ലാത്ത ഒരു ജീവിതം കൈമുതലാക്കണം. മനസ്സിലായില്ലേ? ഒരിക്കലും നിരാശയില്ലാത്തൊരു ജീവിതത്തെ നമ്മൾ മുറുകെ പിടിക്കണം. തോറ്റു പോകരുത് ജീവിതത്തിൽ. മഞ്ജരീസിലുള്ള ഒരു മാതാജിമാരും ജീവിതത്തിന് മുമ്പിൽ തോൽക്കാൻ പാടില്ല, ഒരിക്കലും തോൽക്കരുത്. ഓക്കെ? അങ്ങനെ സമാധാനിപ്പിച്ച് ഉത്സാഹത്തോടു കൂടി യുദ്ധത്തിനിറങ്ങണം. ഫലത്തെപ്പറ്റി ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്താണ്, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഫലം, ഇതേക്കുറിച്ച് ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. ഗുരുവായൂർ മഞ്ജരീസിന് ആദ്യം ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഒരുപാട് സംഭവ ബഹുലമായ പ്രശ്നങ്ങളോടുകൂടി ഞാൻ ക്ലോസ് ചെയ്തു, മേൽവാടകയ്ക്ക് ആയതുകൊണ്ട്. എന്ന് കരുതി മഞ്ജരീസിന് പിന്നെ കട പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു? ഇല്ല. എല്ലാ നഷ്ടങ്ങളും സഹിച്ചിട്ട് വീണ്ടും കട തുടങ്ങി. ഇന്ന് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 1 പ്രാവശ്യം വീഴും, 2 പ്രാവശ്യം വീഴും, 3 പ്രാവശ്യം വീഴും, 4 പ്രാവശ്യം വീഴും, 5 പ്രാവശ്യം വീഴും, എന്നാലും എഴുന്നേൽക്കണം. ലോകകപ്പ് നടക്കുമ്പം ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എത്രയോ കാലങ്ങളായിട്ട് തോൽക്കുന്ന രാജ്യങ്ങൾ പോലും പിന്മാറിപ്പോകാറുണ്ടോ? ഈ കൊല്ലം ഞങ്ങൾ കളിക്കണില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും രാജ്യം പിന്മാറിപ്പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവരൊക്കെ വീണ്ടും വീണ്ടും വരികയാണ്, അല്ലേ? വീണ്ടും വീണ്ടും അവർ കളിക്കാൻ വരികയാണ്. കാരണം എന്താണ്? കളിച്ചു നോക്കും, ജയിക്കോ ഇല്ലേ, റിസൾട്ട് എവിടെയാണെങ്കിലും ശരി, ഞങ്ങൾ ശ്രമിക്കും. ഈ ശ്രമമാണ് നമ്മുടെ ജീവിതം. മനസ്സിലായില്ലേ? പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. ഈ ശ്രമമാണ് നമ്മുടെ ജീവിതം. ശ്രമിക്കുക തന്നെ. തോൽക്കണേ തോൽക്കട്ടെന്ന് അതൊരു മാറ്ററേ അല്ല. അതൊക്കെ നെക്സ്റ്റ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ, ഇത്ര മാത്രം നമ്മൾ ആലോചിക്കുക. അങ്ങനെ ഇരിക്കെ യുദ്ധം തുടങ്ങി, വീണ്ടും യുദ്ധം തുടങ്ങി. ജയദ്രഥൻ മരിച്ചു, പലരും മരിച്ചു, ഭീഷ്മര് പോയി, എന്നിട്ടും യുദ്ധം തുടങ്ങി. ഓക്കെ? കർണന്റെ വാക്കുകൊണ്ട് പ്രചോദനം കിട്ടിയ ആർക്ക്? ദുര്യോധനന്. പാണ്ഡവപ്പടയിൽ ചെന്ന് കയറി ദുര്യോധനൻ അങ്ങോട്ട് ഇഷ്ടം പോലെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. 2 സൈന്യങ്ങളും വീണ്ടും നല്ല രീതിയിൽ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ദുര്യോധനൻ എന്ത് ചെയ്തു? ധർമ്മപുത്രനോടാണ് ഏറ്റുമുട്ടുന്നത്. ആലോചിച്ച് നോക്കണം. ധർമ്മപുത്രന്റെ ശരങ്ങളെ സഹിക്കാൻ പറ്റാതെ ദുര്യോധനൻ ആ തേരിൽ അവിടെ ഇരുന്നു പോയി. അത്രയും ശക്തിയായിരിക്കുന്ന ശരങ്ങൾ ധർമ്മപുത്രൻ ദുര്യോധനന്റെ നേരെ വിട്ടു. ദുര്യോധനൻ അങ്ങ് തളർന്ന് ആ തേരിൽ അവിടെ ഇരുന്നു പോയി. അപ്പോഴേക്കും റാഫിക, ഹരേ കൃഷ്ണ, അപ്പോഴേക്കും ദ്രോണർ എന്ത് ചെയ്തു? അവിടെ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ ദുര്യോധനൻ തളർന്ന് അങ്ങോട്ട് ഇരുന്നപ്പോഴേക്കും ദ്രോണർ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. യെസ്, നമ്മൾ തോൽക്കില്ല. ദുര്യോധനൻ എന്ത് ചെയ്തു? സന്തോഷത്തോടെ വില്ലെടുത്തിട്ട് വീണ്ടും അങ്ങ് യുദ്ധം തുടങ്ങി. ദുര്യോധനൻ വിട്ടുകൊടുത്തില്ല.
ആ മടിയും തളർച്ചയും എല്ലാം പോയിട്ട് ഒരു പുതിയൊരു ഉന്മേഷം ദുര്യോധനിൽ അങ്ങ് വന്നു. ദ്രോണരും അങ്ങോട്ട് ഭയങ്കരമായി യുദ്ധം തുടങ്ങി. പാണ്ഡവരും പാഞ്ചാലന്മാരും കേകയന്മാരും ശൃഞ്ജയന്മാരും ഒക്കെ ഒന്നിച്ചു വന്നപ്പോഴും ദ്രോണരങ്ങടെ ഏറ്റുമുട്ട് തന്നെ വിടുന്നില്ല. ദ്രോണര് എല്ലാവരും സ്വയം മറന്നിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നേരം അങ്ങ് രാത്രിയായി. എല്ലായിടത്തും ഭയങ്കര ഇരുട്ടായി. എന്നാലും അന്ന് യുദ്ധം അവസാനിപ്പിച്ചില്ല. പൊതുവെ അസ്തമയമായി കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ്. പക്ഷെ അന്ന് രാത്രിയായിട്ടും യുദ്ധം അവസാനിപ്പിച്ചില്ല. ദ്രോണർ എന്ത് ചെയ്തു? ദ്രോണരുടെ സകല ശക്തിയും അങ്ങ് പ്രകടിപ്പിക്കുകയാണ്. പാണ്ഡവരുടെ സൈന്യത്തിന് ദ്രോണരുടെ അയക്കുന്ന ആ ശരങ്ങളെ അങ്ങ് പാണ്ഡവരുടെ സൈന്യത്തിന് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും ശക്തി കാണിക്കുകയാണ് ദ്രോണര്. അവസാനം അവർ പിന്മാറാൻ തുടങ്ങിയപ്പോഴേക്കും ഷിബി എന്ത് ചെയ്തു? കുറച്ച് സൈന്യങ്ങളുമായിട്ട് ഷിബി അങ്ങോട്ട് വന്നു. ഉടനെ ഷിബിയെ കണ്ടപ്പോഴേക്കും പാണ്ഡവ സൈന്യം വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും യുദ്ധത്തിന് ശക്തി കൂടി. നേരം രാത്രിയായി, എന്നിട്ടും ശക്തി കൂടി. അർജുനൻ, ദൃഷ്ടദ്യുമ്നൻ, ഘടോൽഗജൻ എല്ലാവരും കൂടി ഓടി ആ യുദ്ധഭൂമിയിലെത്തി. പിന്നെ അവിടെ നടന്ന യുദ്ധം എന്ന് പറയുകയാണെങ്കിൽ പറയാൻ പറ്റാത്തൊരു യുദ്ധമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ശരങ്ങൾ വിടാൻ തുടങ്ങി. ഘടോൽഗജൻ എന്ത് ചെയ്തു? ശകുനിയായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു നിന്ന ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനത്തെ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. രാക്ഷസനെയും ഘടോൽഗജൻ എന്ന് പറയുന്ന രാക്ഷസനാണ്. രാക്ഷസനെയും അവൻ്റെ മായയും കണ്ടപ്പോഴേക്കും നമ്മുടെ കൗരവ സൈന്യം ആകെ അങ്ങ് പേടിച്ചു. കൗരവ സൈന്യം വിചാരിച്ചു ഇനി വേണ്ട, ഭയങ്കര യുദ്ധമായി എന്ന് വിചാരിച്ചപ്പോഴേക്കും ശകുനി പോയിട്ട് ഒരുപാട് സൈന്യങ്ങളുമായിട്ട് വന്നു. ശകുനി മായയൊക്കെ അങ്ങ് തകർത്തു. ഘടോൽഗജൻ അയച്ച മായയൊക്കെ അങ്ങ് ശകുനി ഇല്ലാതാക്കി. അപ്പോഴേക്കും ഘടോൽഗജന് ഭയങ്കര ദേഷ്യം വന്നു ശകുനിയോട്. എന്താ പറയുക, അഞ്ജന പർവ്വതം പോലെ വലിയ ഒരു ശബ്ദത്തോടെ എന്താ പറയുക, ഹിഡിംബി പുത്രനെ ശകുനി അങ്ങോട്ട് നേരിടുകയാണ്. ഭയങ്കര ശക്തിയോട് കൂടിയാണ് ശകുനി നേരിടുന്നത്. അശ്വത്ഥാമാവും ശകുനിയുടെ സഹായത്തിനെത്തിയപ്പോഴേക്കും ദുര്യോധനനും ശകുനിയുടെ സഹായത്തിനെത്തി. എല്ലാവരും കൂടെ ഭയങ്കര യുദ്ധം. അത് കണ്ടപ്പോ പാണ്ഡവ പടയെന്ന് പലരും ഓടി വന്നു. ആരുടെ അടുത്തേക്ക്? ഘടോൽഗജന്റെ അടുത്തേക്ക്. യുദ്ധം അങ്ങ് മുറുങ്ങി നിൽക്കുമ്പോൾ അശ്വത്ഥാമാവ് വന്നിട്ട് ഘടോൽഗജന്റെ തേരും കുതിരയും എല്ലാം അശ്വത്ഥാമാവ് അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. അതിനിഷിദ്ധമായിരിക്കുന്ന ഒരു അമ്പുകൊണ്ട് ഘടോൽഗജനെ ഭൂമിയിലേക്ക് അങ്ങ് വീഴ്ത്തിയിട്ടു. ഘടോൽഗജൻ തളർന്നുപോയി. ഭീമന്റെ മകൻ മരിച്ചു വീണത് കണ്ടപ്പോഴേക്കും കൗരവന്മാരൊക്കെ അങ്ങ് ആർത്ത് വിളിക്കാൻ തുടങ്ങി. ഘടോൽഗജൻ ആരാ? ഭീമന്റെ മോനാ. ഹോ, ഘടോൽഗജൻ മരിച്ചു എന്ന് കണ്ടപ്പോഴേക്കും കൗരവന്മാരങ്ങ് ആർത്ത് വിളിച്ചു. അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? അശ്വത്ഥാമാവിൻ്റെ ആ ഒരു അസ്ത്രം വിടുന്ന ആ ഒരു കഴിവിനെ എല്ലാവരും പുകഴ്ത്തി. ഘടോൽഗജൻ മരിച്ചു എന്നുള്ളത് പാണ്ഡവന്മാർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അടിയായിരുന്നു. ഘടോൽഗജൻ മരിച്ചു എന്നുള്ളത്. ഭീമൻ എന്ത് ചെയ്തു? ഭീമൻ വിടുവോ ഭീമന്റെ മോനെ കൊന്ന? അതിന് പകരം വീട്ടണമെന്ന് ഭീമൻ അങ്ങോട്ട് ഉറപ്പിച്ചു. നമ്മുടെ അഭിമന്യുവിനെ കൊന്നപ്പം അർജുനൻ പകരം വീട്ടണമെന്ന് വിചാരിച്ച പോലെ തന്നെ ഭീമനും അങ്ങോട്ട് ഉറപ്പിച്ചു. ദ്രോണർ എന്ത് ചെയ്തു? ദുര്യോധനനെ സന്തോഷിപ്പിച്ചുകൊണ്ട് പാണ്ഡുപുത്രന്മാരോട് ഭയങ്കരമായ യുദ്ധം ചെയ്തു ദ്രോണര്. ദുര്യോധനൻ അങ്ങോട്ട് ഭയങ്കര സന്തോഷമായി ദ്രോണര് പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും. ഭീമനും അർജുനനും രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് എടവും വലവും നിന്നുകൊണ്ട് ദ്രോണരുടെ മേലേക്ക് ഇഷ്ടം പോലെ ശരങ്ങൾ അങ്ങോട്ട് കൊടുത്തു. ദ്രോണർ എന്ത് ചെയ്ത്? ദ്രോണർ അവരെയും യുധിഷ്ഠിരനെയും കൊന്നു കളയും എന്നുള്ള ഭാവത്തിൽ തന്നെ ശക്തിയോടുകൂടി ദ്രോണരും നിൽക്കുകയാണ്. പാണ്ഡവ പടയനെ മുഴുവൻ ദ്രോണർ ഒരുപാട് ശരങ്ങൾ അയച്ചിട്ട് പാണ്ഡവ പടയെ മുഴുവൻ ദ്രോണർ അങ്ങോട്ട് മൂടിക്കളഞ്ഞു. എന്നാൽ യുധിഷ്ഠിരനും സഹോദരന്മാരും എന്ത് ചെയ്തു എന്നറിയോ?
അസ്ത്രങ്ങളെയെല്ലാം അങ്ങ് തടുത്ത് നിർത്തി. ദ്രോണർക്ക് ഇത് കണ്ടപ്പോഴേക്കും അങ്ങ് ദേഷ്യം വന്നു യുധിഷ്ഠിരനോട്, ഭയങ്കര ദേഷ്യം വന്നു യുധിഷ്ഠിരനോട്. അവസാനം ദ്രോണർ എന്ത് ചെയ്തു എന്നറിയോ? യുധിഷ്ഠിരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ബ്രഹ്മാസ്ത്രം എടുത്തങ്ങോട്ട് പ്രയോഗിച്ചു ദ്രോണര്. എന്നാൽ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ആ ബ്രഹ്മാസ്ത്രത്തിന് എതിരെ വേറൊരു ബ്രഹ്മാസ്ത്രം അങ്ങ് കൊടുത്തു. ഉടനെ ദ്രോണര് പാണ്ഡവന്മാരെ വിട്ടിട്ട്, പാണ്ഡവന്മാരെല്ലാം ഒഴിവാക്കിയിട്ട് ആ യുദ്ധം നടക്കുന്ന യുദ്ധഭൂമിയുടെ വേറൊരറ്റത്തേക്ക് ദ്രോണര് പോയി. ഇത് കണ്ടപ്പോഴേക്കും, ദ്രോണര് മാറിയത് കണ്ടപ്പോഴേക്കും പാണ്ഡവന്മാരെന്ത് ചെയ്ത് എല്ലാവരോടും അങ്ങ് എതിരിടാൻ തുടങ്ങി. വിട്ടുകൊടുത്തില്ല പാണ്ഡവന്മാര്. ദ്രോണരുടെ പ്രവൃത്തി കണ്ടിട്ട് കൗരവപ്പട അങ്ങ് സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്താ ഈ ദ്രോണര് കാണിക്കുന്നത്? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കേ യുദ്ധഭൂമി വിട്ട് പോവേ, എന്താ ഈ കാണിക്കുന്നത്? കൗരവന്മാരങ്ങോട്ടേക്ക് ഞെട്ടി നിൽക്കുകയാണ്. ആ സമയം പാണ്ഡവസേനയും പാഞ്ചാലന്മാരും കൂടെ ഒരുമിച്ചിട്ട് കൗരവന്മാരുടെ സേനാവ്യൂഹത്തിലേക്ക് അങ്ങോട്ട് കയറി ഒരു കയറ്റം. 4 പാടും ശരങ്ങൾ അങ്ങോട്ട് വർഷിച്ചു. അത് കണ്ടപ്പോൾ നമ്മുടെ ദുര്യോധനൻ കർണനോട് പറയാണ്, കർണ കണ്ടില്ലേ പാണ്ഡവ സൈന്യം നമ്മുടെ സൈന്യത്തെ നശിപ്പിക്കുന്നത്? ഇപ്പോഴാണ് ഭവാന്റെ സ്നേഹവും ശക്തിയും കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. ആര്? ദുര്യോധനൻ കർണനോട്. കാരണം ഇനി ദുര്യോധനന് കർണനെ അല്ലാതെ വേറെ ആരെയും ആശ്രയിക്കാനില്ല. ഇത് കേട്ടപ്പോഴേക്കും കർണനും കൃപനും തമ്മിൽ ഒരു സംസാരം. അതെന്താന്നുള്ളത് നാളെ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് എടുത്തുതരാം. ഓക്കെ? കുറച്ചു നേരമെങ്കിലും നിങ്ങളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമോ, അതാ വന്നത്. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇഷ്ടായോ? മഹാഭാരതം ഇടയ്ക്കൊക്കെ കേട്ടില്ലേ, മറന്നുപോവില്ലേ? അതാ. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗുരുവായൂർ. താല്പര്യമുള്ളവർക്ക് പേര് തരാം. വരുന്നവർ ആരായാലും കുറച്ച് കളി, ചിരി, പാട്ട്, തമാശ ഇതൊക്കെ വളരെ നിർബന്ധമാണ്. എന്ത് പറയുന്നു? 158, 170, 200ഓളം പേരുണ്ടായിരുന്നു അല്ലേ ഇന്ന് ലൈവിൽ. ഒരുപാട് സന്തോഷം. രസിച്ചു വരുമായിരുന്നു. ആഹാ, ഇനി നാളെ രസിക്കാം കേട്ടോ. എൻ്റെ മക്കള് പോയി ഉറങ്ങ. സുജുവിന് നെറ്റില്ലാന്ന് തോന്നുന്നുണ്ട്. ശുഭരാത്രി രഞ്ജിത്ത് പ്രഭു. രഞ്ജിത്ത് പ്രഭു ഇപ്പോൾ ഓക്കെ അല്ലേ? നല്ല ഹാപ്പി ആയില്ലേ? ഗുഡ് നൈറ്റ്. പിന്നെ അയ്യോ, അതാരാ അയ്യോ പറഞ്ഞത്? ഓ, സിന്ധു മാതാജി. വേഗം പോയി ഉറങ്ങിക്കോളൂ. എനിക്ക് എന്തായാലും ഇനി ഒരു 2:30 മണിയാകുമ്പോൾ എഴുന്നേക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണ്ടേ? ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഡേറ്റ് ഉടനെ അറിയിക്കാം. ഓക്കെ? സുജുവും കൂടെ വരട്ടെ. ജനുവരിയിലായിരിക്കും. ഒരു ദിവസം, ഒരു ദിവസം നമ്മൾ രഞ്ജിത്ത് പ്രഭു പോരെ, പക്ഷേ ടിക്കറ്റ് എടുത്ത് തരുമോ? അത് പിന്നെ ട്രെയിനിലാണെങ്കിൽ നോക്കായിരുന്നു. ഫ്ലൈറ്റിനൊക്കെ പറയുമ്പോൾ പിന്നെ കുറേ കാശാവൂലേ? അതിനുള്ള സാമ്പത്തികം ഇപ്പം ഇല്ല. നാളെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ട് വേണമെങ്കിൽ എടുത്തരാം. ഒരു 15 രൂപയൊക്കെ മതിയെങ്കിൽ നാളത്തെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എടുത്തരാം. ഹരേ കൃഷ്ണ. അപ്പോൾ ഒരുപാട് സന്തോഷം. കളിയും ചിരിയും തമാശയുമായി ഗുരുവായൂർ മഞ്ജരീസ് അങ്ങനെ മുന്നോട്ട് പോട്ടെ. എല്ലാവരും ലൈവൊക്കെ ഷെയർ ചെയ്യാം. ഹാപ്പി ആയിട്ടിരിക്കുക. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ക്ലാസ്സിൽ നാളത്തെ ദിവസം ഞാൻ എങ്ങാനും നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ക്ഷമിക്കണം. മഞ്ജരീസിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഞാൻ മെസ്സേജ് നോക്കി റിപ്ലൈ തന്നേക്കാം. ഇന്നലെ വരെയുള്ള എല്ലാ മെസ്സേജും കണ്ടു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നാളെ രാവിലെ ഷൂട്ട് രാവിലെയാണ് എങ്കിൽ എനിക്ക് രാവിലെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. വിഷമിക്കേണ്ട. അതല്ല, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാം. ഓക്കെ? ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. രാധാ പവനപുരേഷൻ കി ജയ്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും, കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. വീടില്ലാത്തവർക്കൊക്കെ എത്രയും പെട്ടെന്നൊരു വീടുണ്ടാവട്ടെ. ആരോഗ്യപരമായി എന്ത് കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും അതെല്ലാം തീരട്ടെ. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രയാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ ആ സാമ്പത്തിക പ്രയാസങ്ങൾ മാറട്ടെ. ഏതെങ്കിലും തരത്തിൽ
ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് ജോലിക്കയറ്റവും പെട്ടെന്ന് പുതിയ ജോലി കിട്ടാനും നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് മാറി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന് കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിയും ശാന്തിയും സമാധാനവും നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിയും മാറ്റി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ.